പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. MLA നിങ്ങൾക്ക് ഒരിക്കലും ഇലക്ട്രൽ ബോണ്ടിന്റെ ആവശ്യമില്ല. കാരണം ഒറ്റ CMRL റെയ്ഡ് ചെയ്തപ്പോ തന്നെ അച്ഛന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ലിസ്റ്റ് ആവുന്നത്. അതേമാതിരി ഇനി അവിടെയൊക്കെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ കണക്ക് വരും എന്നറിയാം. പിന്നെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പണമില്ലാത്ത ആൾക്കാരൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ അവസാനത്തെ ഒരു 10-20 വർഷം കൊണ്ട് പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. കോടികൾ ഉണ്ടാക്കിയത്? അമ്മയുടെ പെൻഷൻ വാങ്ങിച്ചിട്ട് IT കമ്പനി പണിത പോലെയാണോ? എനിക്കറിയില്ലാത്തതുകൊണ്ട് ചോദിക്കാം. നമ്മളിപ്പോൾ അമ്മയുടെ 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് IT കമ്പനി തുടങ്ങിയ പോലെയൊന്നും ഈ വാഹനം വാങ്ങിക്കാൻ പറ്റില്ല. MLA ചോദിക്കുന്നത്. എന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. ഹൈസ്കൂളിൽ 32 വർഷം. ഈ ആലപ്പുഴ TDയിൽ വർക്ക് ചെയ്തിരുന്ന അധ്യാപികയുടെ മോനാണ് ഞാൻ. എന്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ട് എനിക്കൊരു IT കമ്പനി തുടങ്ങാൻ പറ്റില്ല. എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല, ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് അതിന് മറുപടി പറയാനല്ല, കാരണം അത് ശീലമാണ്. നടപ്പ് ശീലങ്ങളെ തിരുത്താൻ, നിങ്ങളുടെ അത്തരം ശീലങ്ങളെ തിരുത്താൻ ഞങ്ങൾക്കാവില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞങ്ങളുടെ പ്രാക്ക മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണം.